നിങ്ങൾ യൂട്യൂബിന്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആക്കി നോക്കിയായിരുന്നു. അതിൻ്റെ അകത്തൊരു പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊരു യൂട്യൂബിന്റെ അപ്ഡേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഒരു പോളിസിയിൽ വന്ന മാറ്റം എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഒരു പോളിസി എന്ത് പോളിസി ആണെങ്കിലും അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, റിജക്ട് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം തുറന്ന് കാണുക. ഓക്കെ, യൂട്യൂബിന്റെ സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടായിരിക്കും. ഇതിൽ ഡിസ്മിസ് ചെയ്ത് വിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലേൺ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എഴുതിയിരിക്കുന്നത് യു ക്യാൻ നൗ ചൂസ് ഇഫ് യു വാണ്ട് ടു അലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു യൂസ് യുവർ കോണ്ടന്റ് ടു ട്രെയിൻ AI മോഡൽസ് ഇൻ സ്റ്റുഡിയോ സെറ്റിംഗ്സ്. അതായത് അതെന്താണെന്ന് ഞാൻ പറയാമേ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. ലേൺ മോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നേരെ വെബ് പേജിലേക്ക് ഇതേപോലെ ഓപ്പൺ ആവും. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇത് എന്താണ് പ്രോഗ്രാം, ഇതുകൊണ്ട് എന്താണ് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒന്നുകിൽ എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഡിസേബിൾ അല്ല, നമുക്ക് റിജക്ട് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ചാനൽ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് യൂസ് യൂട്യൂബ് സ്റ്റുഡിയോ ചാനൽ സെറ്റിംഗ്. അതായത് ചാനൽ സെറ്റിംഗ്സിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ പ്രോസസ്സിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സിംഗ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അതിനിടയ്ക്ക് പറയാം ഇത് എന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് യൂട്യൂബ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. ക്രിയേറ്റർ സ്റ്റുഡിയോയിലെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതേപോലെ ഒരു പോപ്പ് വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ജനറൽ, ചാനൽ, അപ്ലോഡ്, ഡിഫോൾട്ട്, ആഡ് കാറ്റഗറി, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ചാനൽ എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യണം. താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ട അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ AI എന്ന് പറയുന്ന സംവിധാനം വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ AI മോഡൽസ് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരുപാട് വീഡിയോസിന്റെ ആവശ്യം വരും. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ തന്നെ കോപ്പിറൈറ്റഡ് ആണ്. യൂട്യൂബിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തൊന്നും എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ AI മോഡൽ അത് വെച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റഡ് കണ്ടന്റ് ആണല്ലോ. അപ്പോൾ അതിനുള്ള ഒരു കോപ്പിറൈറ്റ് അവകാശം നമ്മുടെ കണ്ടന്റ് യൂസ് ചെയ്യാനുള്ള ഒരു അവകാശം ഏതെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി കമ്പനികൾക്ക് നമുക്ക് കൊടുക്കുന്നത്. അതായത് അവരുടെ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോകൾ ഉപയോഗിക്കുന്നതിന് നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു പെർമിഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കേണ്ടത് തേർഡ് പാർട്ടി കമ്പനിക്ക് നമ്മൾ ഇതിന്റെ ഒരു പെർമിഷൻ കൊടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികളൊക്കെ തന്നെ യൂട്യൂബുമായിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് യൂട്യൂബിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്ന് ആ ഒരു പെർമിഷൻ മേടിച്ച് ഈ കമ്പനികൾക്ക് യൂട്യൂബ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേക ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു ട്രെയിൻ AI മോഡൽ യൂസിങ് മൈ ചാനൽ കണ്ടന്റ്. അതായത് നമ്മുടെ ചാനലിലെ കണ്ടന്റുകളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇവർ മൊത്തത്തിൽ അടിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾ അവരുടെ AI മോഡൽസ് ട്രെയിൻ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യും. ഇപ്പൊ ഇവിടെ നമുക്ക് ഓരോ കമ്പനികൾക്കായിട്ട് നമുക്ക് സെപ്പറേറ്റ് പെർമിഷൻസ് കൊടുക്കാം. അതിന് സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡോബ്, ആമസോൺ, അങ്ങനെയൊക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓപ്പൺ AI, അങ്ങനെയൊക്കെയുള്ള കുറേ കമ്പനികളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഇപ്പം ആമസോണിന് കൊടുക്കണം, അഡോബിന് കൊടുക്കണം, അങ്ങനെ രണ്ടെണ്ണം മാത്രമാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കോണ്ടന്റുകൾ ഉപയോഗിക്കാനുള്ള പെർമിഷൻ നമ്മൾ ആ ബ്രാൻഡുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓൾ തേർഡ് പാർട്ടി കമ്പനീസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമ്പനീസും, അതായത് യൂട്യൂബ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കമ്പനീസിനും നമ്മുടെ കോണ്ടന്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ അതിലൂടെ ഇവിടെ സേവ് ചെയ്യുന്നതിലൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും എല്ലാ കമ്പനികൾക്കും പെർമിഷൻ കൊടുക്കുന്നില്ല. ആമസോൺ, അഡോബ് പോലെയുള്ള കമ്പനികൾക്ക് പെർമിഷൻ കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പെർമിഷനാണ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത്. ഞാൻ ഇപ്പൊ എന്തായാലും കൊടുക്കുന്നില്ല. ബട്ട് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ വരിക, ഇവിടെ നിന്ന് ആവശ്യമുള്ള കമ്പനികളെ സെലക്ട് ചെയ്യുക, അതിനുശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഇതേപോലെയുള്ള തേർഡ് പാർട്ടി കമ്പനികൾക്ക് AI മോഡൽസ് ട്രെയിൻ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഈ ഒരു പോളിസിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതേപോലുള്ള അപ്ഡേറ്റുകൾ, ഇതേപോലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.